എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടാൽ എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന അല്ലെങ്കിൽ ഗുണം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. ജീവിതത്തിൽ ഉയർച്ചയിൽ എത്തണം എന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. സമ്പന്നനാവണം, നമ്മൾ പരിഗണിക്കപ്പെടുന്നവനാവണം, നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും വേണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. ഞാനും, എല്ലാവരും അങ്ങനെയാണല്ലോ. പക്ഷെ പലപ്പോഴും പലർക്കും അത് സാധിക്കാറില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ 2025 എന്ന് പറഞ്ഞ വർഷം വരാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ല എന്ന് തോന്നി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ അടുത്ത് പണമില്ല, നമുക്ക് പദവിയില്ല, നമുക്ക് സമൂഹത്തിൽ വിലയില്ല, നമുക്ക് ജോലിയില്ല, നമ്മളൊരു ആഭാസനാണ്, നമ്മളൊരു മദ്യപാനിയാണ്, നമ്മൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, കുടുംബം നോക്കാത്തവനാണ്, കൂട്ടത്തിൽ ഇരുത്താൻ പറ്റാത്തവനാണ്, വൃത്തിയില്ലാത്തവനാണ് എന്നു തുടങ്ങി നിരവധിയായിട്ടുള്ള കുഴപ്പങ്ങളുള്ള ഒരാളായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ആ ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ നമുക്ക് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ, വന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയാൻ കാരണം, പിന്നെ നമുക്ക് എത്ര സ്നേഹമുള്ള അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും ഭാര്യയാണെങ്കിലും പിന്നെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സമൂഹത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിലും, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവരൊന്നും പിന്നെ നമ്മളെ തിരിഞ്ഞു പോലും നോക്കില്ല. പട്ടിയുടെ പോലെ ആയിരിക്കും ജീവിതം. അങ്ങനത്തെ ജീവിതം ഉള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇങ്ങനെയുള്ള ജീവിതം ഉള്ള ആൾക്കാർ ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആട്ടുന്നവർ പരമാവധി ആട്ടാനുള്ള അവസരം കൊടുക്കുക, ചീത്ത വിളിക്കുന്നവർക്ക് പരമാവധി ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക, വീട്ടിൽ നിന്ന് നമ്മളെ ചവിട്ടി പുറത്താക്കുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കുക, നമ്മളെ മർദ്ദിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കുക, നമ്മളെ ഒഴിവാക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. എല്ലാ അവസരവും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പരമാവധി എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ചീഞ്ഞ് ചെളി പിടിച്ച് ചീഞ്ഞ് നമ്മൾ പിന്നെ ഒരു പുഴുത്ത പട്ടിയെ പോലെ നമ്മൾ ആയി മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാണെങ്കിൽ, നമ്മുടെ ഹൃദയം നിഷ്കളങ്കമാണെങ്കിൽ, നമ്മൾ മനഃപൂർവ്വം ആർക്കും വലിയ ദ്രോഹങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, ബോധത്തിൽ നമ്മൾ ആരോടും ഒരു വലിയ ദ്രോഹമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, നമ്മളെ തള്ളിക്കളഞ്ഞ ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഇതിന് ഞാൻ ഫോളോ ചെയ്തത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ഒരൊറ്റ വാക്ക് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്ക്, അല്ലെങ്കിൽ അതുപോലെ ഇഗ്നിറ്റഡ് മൈൻഡ്സ്, ഈ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സ്പാർക്ക് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങളുടെ കാൽപ്പാടുകൾ ഭൂമിയിൽ പതിയണമെങ്കിൽ കാല് അമർത്തി ചവിട്ടുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന എല്ലാ മോശവും എല്ലാ കുഴപ്പങ്ങളുള്ള ആളാണെങ്കിലും ശരി, രണ്ടാമത് എന്നെ സ്പർശിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫ് നിശബ്ദമായി പോകുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ നമുക്ക് അബ്ദുൽ കലാമിൻ്റെ വേറൊരു വാചകം എന്നെ സ്പർശിച്ച വാചകമുണ്ട്. ആ വാചകം ഇതാണ്:
മഞ്ഞ പെയിന്റ് അടിച്ച കടലിലെ മഞ്ഞ പെയിന്റ് അടിച്ച കപ്പൽ പോലെ സർവ്വവും നിശബ്ദത. എന്താണെന്നറിയില്ല, നിശബ്ദമായി പോയി ലൈഫ്. ആ ഒരവസ്ഥ വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഏതൊരു മനുഷ്യനോ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഒരാൾക്കൊരവസരം, 10,000 അവസരങ്ങളല്ല, ശരിക്കുള്ള ഒരവസരം ഒരാൾക്ക് കൃത്യമായിട്ടും എല്ലാ സാഹചര്യങ്ങളോടും കൂടി തുറന്നു കിട്ടും. അത് തുറന്നു കിട്ടുന്ന ആ ഒരു വേർഡ്, അബ്ദുൽ കലാം പറഞ്ഞൊരു സാധനം എൻ്റെ മൈൻഡിൽ വളരെയധികം സ്പാർക്കായ ഒരു സാധനമാണ്. ആ സാധനം ഞാൻ പറയാണ്. ആ സാധനം ഇതെൻ്റെ ക്രിസ്മസ് സന്ദേശമാണ്. ആ സാധനം ഇതാണ്: നിങ്ങൾ സ്വപ്നങ്ങൾ കാണുക. സ്വപ്നങ്ങൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കാണുന്ന സ്വപ്നങ്ങൾ, അത് പ്രപഞ്ചം ഉറങ്ങുന്ന സമയത്ത് രാവിലെ ഒരു 3-ന്റെയും 5-ന്റെയും ഒക്കെ ഇടയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ, നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിന്നും പുറത്തേക്ക് തരംഗങ്ങളായിട്ട് പ്രവഹിക്കുകയും നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നിങ്ങളെ എത്തിക്കുവാൻ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ, സസ്യങ്ങളിൽ, ആളുകളിൽ, പരിസര പ്രദേശങ്ങളിൽ, ജീവജാലങ്ങളിലൊക്കെ ആ തരംഗങ്ങൾ നിങ്ങൾക്കനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടാക്കിത്തരികയും നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ ചിന്തകളായി മാറുമ്പോൾ ആ ചിന്തകൾ നാളെ പ്രവർത്തനങ്ങളായി മാറുകയും ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് പോകുന്നത്, പല വഴിക്കും നമ്മൾ പോകുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്വപ്നങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അത് രണ്ട് സമയത്ത്, ഒന്ന് രാവിലെ ഈ പറഞ്ഞ സമയം, മറ്റൊന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ബോധമനസ്സ് ഉറങ്ങുകയും സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇമാജിനേഷനുകൾ, പിക്ചറുകൾ, ഫോട്ടോകളൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സെൻഡ് ചെയ്യുകയും ഉപബോധ മനസ്സിൽ ഇത് പിക്ചറുകളാണെങ്കിൽ അല്ലെങ്കിൽ ചിന്തകളാണെങ്കിൽ ഇതൊക്കെ ഉപബോധ മനസ്സിൽ എത്തിപ്പെടുകയും നമ്മൾ ഉറങ്ങിയാലും, നമ്മൾ ദിവസങ്ങളോളം, വർഷങ്ങളോളം നമ്മൾ പിന്നീട് ഈ കാര്യം മറന്നുപോയാലും നമ്മൾ കണ്ട ഡീപ്പായ ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ശബ്ദം, നമ്മുടെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ ഓർത്തു വെക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നടത്തുന്ന, നമ്മൾ പോലും അറിയാതെ നമ്മളെ കാര്യങ്ങളിൽ ഇടപെടുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായി പല വഴികളിൽ കൂടി കൊണ്ടുപോകും. ചിലപ്പം വർഷങ്ങളോളം ഭ്രാന്തനെ പോലെ നടക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഭ്രാന്തനാണെന്ന് സമൂഹം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിലല്ല വീട്ടിൽ നിന്ന് ഒഴിവാക്കും, ഭാര്യ ഒഴിവാക്കും, മക്കളും മിണ്ടില്ല. പക്ഷെ സ്വപ്നത്തെ വിടരുത്. നമ്മുടെ ഡ്രീംസിനെ നമ്മൾ മുറുകെ പിടിക്കണം. സ്വപ്നം അതിപ്പം നരകത്തിലെ മുഴുവൻ ചെകുത്താന്മാരും ലൂസിഫറും ഒരുമിച്ച് നമ്മളെ നേരിടാൻ വേണ്ടി വന്നുവെങ്കിൽ പോലും പ്രപഞ്ചത്തിന്റെ ആകാശത്തിന്റെ അങ്ങേയറ്റത്ത് ഏറ്റവും മുകളിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ട നക്ഷത്രത്തെ സ്വന്തം കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ ആവശ്യമായ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. അതായത് പ്രപഞ്ചത്തിലെ മുഴുവൻ ചെകുത്താന്മാരെതിര് നിന്നാലും ഞാൻ ലക്ഷ്യമിട്ട നക്ഷത്രത്തെ, ആകാശത്തെ ഞാൻ ലക്ഷ്യമിട്ട നക്ഷത്രത്തെ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് എത്തിപ്പിടിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം നമ്മൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടാത്ത ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. ആ സമയത്ത് നമ്മൾ അന്ന് കണ്ട സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യങ്ങളായി മാറുന്നത് കാണാം. അപ്പം സ്വപ്നങ്ങൾ കാണുക, വെറുതെ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ വീഴും. ഞാനൊരു വലിയ കോടീശ്വരനാവണമെന്ന് സ്വപ്നം കാണാനെന്ന് കൂട്ടിക്കും.
ഞാൻ ഒരു വലിയ കോടീശ്വരനാവും. എനിക്ക് കുറേ വണ്ടികൾ വേണം, വലിയ വലിയ ബിൽഡിങ്ങുകൾ വേണം, കുറേ തൊഴിലാളികൾ വേണം, അങ്ങനെ വലിയ 3-4 സ്ഥാപനങ്ങൾ വേണം, അങ്ങനെ വലിയ ഫാക്ടറികൾ വേണം. ഞാൻ വലിയൊരു കോടീശ്വരനാകാൻ വേണ്ടി ഞാൻ നിരന്തരം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ വീണുകൊണ്ടേയിരിക്കും. അത് നമ്മൾ വീണുകൊണ്ടേയിരിക്കും. പക്ഷേ സ്വപ്നത്തെ വിടരുത്. എന്താ കാരണം എന്നറിയോ? നിങ്ങളൊരു കോടീശ്വരനായി നാളെ മാറാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന പിന്നെ കോടികളും ഈ വരുന്ന ആളുകളെയും മെയിൻറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ കൈകാര്യം ചെയ്യാനും ആവശ്യമായ പക്വത നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ പല പ്രാവശ്യം ഈ സാധനം വീഴ്ചകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ തെന്നി വീണുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ സ്വപ്നത്തെ വിടും. അങ്ങനെ നമ്മൾ മുന്നോട്ട് 1 by 1 ആയിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ മധ്യത്തിൽ വീണുപോയേക്കാം. പിന്നെ നമ്മുടെ ജീവിതശൈലി വേറെ ആയിപ്പോയേക്കാം, നമ്മുടെ സംസാര ശൈലി മാറിയേക്കാം. ബട്ട് നമ്മുടെ സ്വപ്നത്തെ നമ്മൾ വിടരുത്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ സിഗ്നലുകൾ വരും, ചില അപ്രതീക്ഷിത ലിങ്കുകൾ വരും, ചില ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. ചിലപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നുമില്ല, നമ്മളെടുത്തുനിന്ന് കുട്ടിക്ക് ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കിടന്നുറങ്ങുകയാണ്. അവിടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു ലിങ്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരാൾ വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വെറുതെ അതേസമയം വേറൊരു കാര്യം കൂടി ആലോചിക്കണം. നമ്മളെ പലരും സഹായിക്കുന്ന ആളുകളൊക്കെ നമുക്ക് സഹായം തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ലക്ഷങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷേ അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. അവരും സഹായിക്കുന്ന പരിപാടി പിന്നെ നിർത്തും. കാരണം ഇത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഇവനൊരിക്കലും ശരിയാവില്ല എന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബോധത്തിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സഹായങ്ങളൊക്കെ നിൽക്കും. ഇതൊക്കെ എല്ലാം അവസാനിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലായി കഴിയുമ്പം നമ്മൾ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പം അതിനുള്ള സമയമായി എന്ന് പ്രകൃതിക്ക് തോന്നുമ്പം ഇവൻ പണിയെടുത്ത് തുടങ്ങും. ഇവനെ തന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മേടിക്കുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോഴത്തേനും നമുക്കത് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പക്വത സ്വാഭാവികമായിട്ടും ഇവൻ പണിയെടുത്തുണ്ടാക്കി തന്നെ. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇവനും പ്രകൃതിയായിട്ട് ഭയങ്കര ലിങ്കാണ്. ഈ പ്രകൃതിയിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാർക്കും കോടികൾ വീതം കൊടുക്കാനുള്ള പിന്നെ പണമുണ്ട് ഈ പ്രകൃതിയിലുണ്ട്. അല്ലെങ്കിൽ ഈ ഒരാൾക്കൊരു 100 കിലോ സ്വർണം വീതം മേത്തിട്ടുകൊണ്ട് നടക്കാൻ ആവശ്യമായ സ്വർണത്തിൻ്റെ പിന്നെ ഗ്രഹങ്ങൾ തന്നെ ഈ മഹാപ്രപഞ്ചത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞ, അതായത് ഈ പ്രകൃതിയിൽ ആർക്കും എന്തും എത്രത്തോളം വേണമെങ്കിലും എടുക്കാനുള്ളതുണ്ട്. പക്ഷെ നമ്മൾ എടുക്കാൻ പ്രാപ്തരായോ എന്നുള്ളത് ഇവൻ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ചവിട്ടി താഴ്ത്ത ആൾക്കാർ നമ്മളെ തിരിച്ചു വരും. അത് ഭയങ്കര ഫീലിംഗ് ആണ്. നമ്മളെ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആൾക്കാരുണ്ടാവും. ഒരു കല്യാണത്തിന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മൾ ആ കല്യാണത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ടാവില്ല. നമ്മളെ കുടുംബത്തിൽ നടന്നിട്ടുള്ള പല പരിപാടികളിലും നമ്മളെ അറിയിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ മക്കളോട് നമുക്ക് പിന്നെയുള്ള പല പിന്നെ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ നമ്മളെ വെറുത്തിട്ടുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഈ ആളുകളും നമ്മളെ കയ്യിൽ ആവശ്യത്തിനധികം ധനം വരുമ്പം ഇവരൊക്കെ അല്ലെങ്കിൽ വന്നു എന്ന് അറിഞ്ഞാൽ മതി, വന്നത് കാണിക്കണ്ട. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി കാണിക്കാതിരിക്കുക. പക്ഷേ ഒരു ദിവസം ഇത് കാണും ആൾക്കാർ, ഒരു ദിവസം അറിയും അവൻ പിന്നെ ജീവിതത്തിൽ എത്രയോ മാറ്റം വന്നു കഴിഞ്ഞു. അതല്ലെങ്കിൽ അവൻ്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു, വേറെ ലെവലാണ് എന്നുള്ള ധാരണ ഏത് സമയത്ത് സൃഷ്ടിക്കപ്പെടുന്നുവോ, നിങ്ങളെ പിന്നെ ഒറ്റപ്പെടുത്തിയ ആളുകൾക്കിടയിൽ ഏത് സമയത്ത് സൃഷ്ടിക്കപ്പെടുന്നുവോ ആ സമയത്ത് ഇവർ പ്ലേറ്റ് മറിച്ച് വെക്കും. പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് വരും. ആ സമയത്ത് വീണു പോകരുത്. അവർ തേന്, പാല്, ചക്കര എന്നൊക്കെ വിളിക്കും. നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ തയ്യാറാവും. അതുപോലെ അവർ അങ്ങനെ ഒരുപാട് പിന്നെ ഓഫറുകളൊക്കെ നമുക്ക് തരും. അവിടെ ഒന്ന് വീഴരുത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പൈസ ഇല്ലാതെ നടന്നപ്പം, പിന്നെ കുളിക്കാൻ സൗകര്യം ഇല്ലാതെ നടന്നപ്പം, മാറാൻ വസ്ത്രമില്ലാതെ നടന്നപ്പം, ജോലി ഇല്ലാതെ നടന്നപ്പം
ജോലിയില്ലാന്ന് നടന്നപ്പം ഒരു മിനിറ്റ് ഞാൻ മോനെ ഞാനിവിടെ ഞാൻ ഒരു യാത്രയിലാണ്. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് സൈഡാക്കിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് എന്തോ വീഴുന്നുണ്ട്. അല്ലേ എന്തോ പരിപാടി. മുകളിൽ നിന്നോ താഴേക്ക് വീണ വണ്ടിയുടെ മുകളിലേക്ക്? ഇല്ല, കല്ലെന്ന് തോന്നുന്നു. എന്തോ കല്ല് പോലെ വെള്ള. ഓ, അത് വെള്ളത്തിൽ വീണു. അപ്പോൾ ഈ സമയത്ത് ഈ ആൾക്കാരൊക്കെ നമ്മളെടുത്ത് വരും. അവർ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. ആ സമയത്ത് ഒരാളും എന്ത് ചെയ്യരുത്, വെറുപ്പിക്കണ്ട. നമ്മളായി തന്നെ നിന്നാൽ മതി. നമുക്ക് മനസ്സിൽ തോന്നും അവന് പറഞ്ഞത് ശരിയാണ്, തെറ്റാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് അളവില്ലാത്ത കണക്കില്ലാത്ത സമ്പത്ത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഓഹരി ഈ സാധാരണക്കാർക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള സൂത്രവാക്യം. പരമാവധി നമ്മൾ താഴുക. അത് ഏറ്റവും കൂടുതൽ ദൈവം, ഞാൻ പിന്നെ വലിയൊരു ദൈവവിശ്വാസിയൊന്നും അല്ല, പക്ഷേ ഒരു കാര്യം പറയട്ടെ, വലിയൊരു ദൈവവിശ്വാസി അല്ല ഞാൻ ആയിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് വിഷമം വന്നാലും ഞാൻ അതിലിങ്ങനെ മനസ്സുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസമൊക്കെ ഇത്രയും കൂടുതൽ അനുഭവിച്ച ഒരു ദൈവം, ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് വരും. അത്ര ഇല്ലല്ലോ ഇത് എന്ന് ഞാനങ്ങ് വിചാരിക്കുന്നതോടുകൂടി എൻ്റെ ആ പ്രശ്നം തീരും. കുറേ ആൾക്കാർ എന്നെ കുറേ ആൾക്കാർ എന്നെ ഒരു പ്രാവശ്യം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മൈൻഡിൽ എങ്ങനെയാണ്, ഒരു മിനിറ്റ് പോയി ചാട്ടാക്കട്ടെ. അല്ല, അവൻ എൻ്റെ പേടിപ്പിക്കാനേ വണ്ടി മാറ്റണമെന്ന് ഞാൻ ആലോചിക്കും. അത് വിട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഘട്ടത്തിൽ അപ്പം എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. എത്ര ഇതായാലും എത്ര താഴ്ന്നാലും നമ്മൾ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം വരും. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. പ്രതിബന്ധങ്ങൾ അങ്ങനെ പലതും നമ്മളെ ലൈഫിൽ വരും. ഈ പ്രതിബന്ധങ്ങൾ നമ്മളെന്ത് ചെയ്യുക, അനുകൂലമാക്കി മാറ്റുക. പ്രതിബന്ധങ്ങളെ അനുകൂലമാക്കി മാറ്റുക. പരമാവധി താഴ്ന്നു കൊടുക്കുക. എത്രത്തോളം താഴാൻ പറ്റുമോ അത്രത്തോളം താഴുക. कौन है मालिक है? मैं स्टार्टिंग गाड़ी है ये गाड़ी स्टार्टिंग है गाड़ी। आगे चलने को क्या है, ये रोड साइड पे मैं
ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നിർത്തിയിട്ട് വണ്ടിയാണ്. അപ്പോൾ ഗുണ്ടായിസൊക്കെ ഉണ്ടാവും. ആരും തിരിച്ച് ഇങ്ങോട്ട് ഗുണ്ടായിസൊക്കെ വെച്ചാൽ അങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ കാണിക്കുക. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങൾ പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. സ്വപ്നങ്ങൾ നടക്കുമ്പോൾ തല്ലി പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ സ്വീകരിക്കും. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഞാൻ കുറച്ച് സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ സാധാരണ മൊബൈൽ ഫോണിൽ ഉള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും വലിയൊരു സെറ്റപ്പ് ഒന്നും വേണ്ട, ചെറിയ രീതിയിൽ ഇങ്ങനെ പോയാൽ മതി. നല്ല സാധനം വരും. ഞാനെല്ലാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നല്ല സാധനം വരും. നല്ല നല്ല സ്റ്റോറികൾ വരും, വീഡിയോസ് വരും, നല്ല കാഴ്ചകൾ വരും. ഞാനെല്ലാം സെറ്റപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ടാമത് മോണിറ്റൈസേഷനായി വന്നപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇടുന്ന വീഡിയോസാണ്. ഓക്കെ, വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസകൾ. സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നല്ലൊരു വർഷമുണ്ടാവട്ടെ. അടുത്ത വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ പുത്തൻ പുതിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാവട്ടെ എന്ന് പിന്നെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.